ഹലോ, വെൽക്കം ബാക്ക്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ഐ.ടിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്, അഥവാ പ്രസിദ്ധീകരണത്തിലേക്ക്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ലിബ്രിയോഫീസ് റൈറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലോൺ ഫോർമാറ്റിംഗ്, സ്റ്റൈല് മോഡിഫൈ ചെയ്യുന്നത്, സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ് ടേബിളുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, മെയിൽ മർജ്, ഫ്രെയിം, ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പബ്ലിഷിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലിബ്രിയോഫീസ് റൈറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു, ഓഫീസിലേക്ക് വരുന്നു, ഇതുവഴി ലിബ്രിയോഫീസ് റൈറ്റർ, ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബ്രിയോഫീസ് റൈറ്റർ, ഈ ഒരു ക്രമത്തിൽ നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ലിബ്രിയോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലോൺ ഫോർമാറ്റിംഗ് എന്താണ് എന്നുള്ളതാണ്, ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ. അപ്പോൾ അതിനുവേണ്ടി നമുക്കിതിലേക്ക് ഒരു റിപ്പോർട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഓൾറെഡി ഒരു ഫയൽ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്കൊരു ഫയൽ നൽകിയാൽ അതെങ്ങനെയാണ് ലിബ്രിയോഫീസ് റൈറ്ററിൽ ഓപ്പൺ ചെയ്യുന്നത്? അതിനായിട്ട് ഫയലിൽ ഓപ്പൺ കൊടുക്കുക, ഫയലിൽ ഓപ്പൺ. അപ്പോൾ നിങ്ങളോട് എവിടെയാണ് നിങ്ങളുടെ ഫയൽ ഉള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ഹോമിലേക്ക് പോകുന്നു, അതിൽ സ്കൂൾ റിസോഴ്സിലേക്ക് വരുന്നു, അവിടെ സ്റ്റാൻഡേർഡ് 10ൽ കുറച്ച് താഴോട്ടായിട്ട് സ്കൂൾ റിപ്പോർട്ട് .ott എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് ഏതാണോ പറഞ്ഞിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്തു. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ക്ലോൺ ഫോർമാറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ക്ലോൺ ഫോർമാറ്റിംഗ്, ആ ക്ലോൺ ഫോർമാറ്റിംഗ് ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി ക്ലോൺ ഫോർമാറ്റിംഗ് പൊതുവെ തിയറി ഭാഗത്താണ് ചോദിക്കുക. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ആമുഖം എന്നത് കണ്ടോ? ഈ ആമുഖം എന്ന് പറഞ്ഞത് കുറച്ച് ചെറുതായിട്ടാണല്ലേ ഉള്ളത്. എനിക്കിതിനെ കുറച്ച് വലുപ്പത്തിൽ ഫോർമാറ്റിങ്ങൾ മാറ്റി കൊടുക്കണം. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആമുഖം എന്ന് പറയുന്നതൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ കളർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും ഞാൻ തൽക്കാലം റെഡ് കളർ കൊടുക്കുന്നു, ഫോണ്ട് കളർ റെഡ് ആക്കി കൊടുക്കുന്നു. അതിനുശേഷം ഇതിന് കുറച്ച് വലിപ്പം കൂട്ടണം. അതിനായിട്ട് ഫോണ്ട് സൈസ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ 18 കൊടുക്കുന്നു. ഇനി എനിക്കിതിൻ്റെ ഫോണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഒരു ഫോണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ മറ്റൊരു ഫോണ്ട് കൊടുക്കുന്നു. ഇത്രയും മാറ്റങ്ങൾ ഇവിടെ വരുത്തി. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ കുറച്ച് താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്. എനിക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള അതേ ഫോർമാറ്റുകൾ ഇതിനും കൊടുക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, ആമുഖം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു ചുവപ്പ് നിറവും അതിന് കൊടുത്തിട്ടുള്ള ഫോണ്ട് സൈസും അതിന് കൊടുത്തിട്ടുള്ള ഫോണ്ട് നെയിമും ഒക്കെ എനിക്ക് ഈ ഒരു ഹെഡിങ്ങിന് കൂടി കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതും സെലക്ട് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ മാറ്റണ്ടേ? അതേപോലെ അടുത്ത ഹെഡിങ്ങിന് കൊടുക്കണമെങ്കിൽ അതും സെലക്ട് ചെയ്തിട്ട് ഇതിനൊക്കെ മാറ്റം വരുത്തണ്ടേ? അത് ഒരുപാട് സമയം എടുക്കും അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള ഒരു മാർഗ്ഗമാണ് ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് എനിക്കിപ്പോൾ ഈ ആമുഖത്തിന് കൊടുത്തുള്ള ഫോർമാറ്റുകളൊക്കെ തന്നെ മറ്റൊന്നിലേക്ക് പകർത്തണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതാണ് നമ്മുടെ ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടൂൾ. ഇതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എനിക്കിത് എവിടേക്കാണോ പകർത്തേണ്ടത് അതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഈ ആമുഖത്തിന് എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് ആ ഫോർമാറ്റുകളൊക്കെ തന്നെ അതിലേക്കും വന്നു. ഓക്കെ, ഇനി എനിക്ക് ഇവിടെ ഒന്നിലേക്ക് മാത്രമല്ല ഇതേപോലെ ബാക്കിയുള്ള ഹെഡിങ്ങുകളിലേക്കൊക്കെ തന്നെ എനിക്ക് പകർത്തണം എന്നുണ്ടെങ്കിലോ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം എനിക്ക് എവിടെയൊക്കെയാണോ പകർത്തേണ്ടത് അതിനൊക്കെ സെലക്ട് ചെയ്യാം. ഇതാ ഇവിടെ ഞാനിത് സെലക്ട് ചെയ്തു. എന്നിട്ട് കുറച്ചും കൂടി താഴെ പോയി അടുത്ത ഒരു ഹെഡിങ് പോലെ എനിക്ക് തോന്നുന്നത് എടുക്കുന്നു. ഇതാ സാമൂഹിക പ്രവർത്തനങ്ങൾ, അതിന് ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് എവിടെയൊക്കെയാണോ പകർത്തേണ്ടത് അവിടെയൊക്കെ ഞാനിതിനെ ഇതേപോലെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ക്ലോൺ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് അതിനെയൊക്കെ സെലക്ട് ചെയ്ത ശേഷം വീണ്ടും ഇതേ ടൂളിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി, റെഡിയായി. കണ്ടില്ലേ? അപ്പോൾ എന്തിനാണ് ക്ലോൺ ഫോർമാറ്റിംഗ് ഉപയോഗിക്കുന്നത്? ടെക്സ്റ്റിനോ ഒബ്ജക്റ്റിനോ നൽകിയിട്ടുള്ള ഫോർമാറ്റുകൾ മറ്റൊന്നിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ആ കാര്യം ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് സ്റ്റൈലുകൾ കൊടുക്കാൻ പറ്റുക എന്നുള്ളതും അത് എന്തിനാണ് അത്തരത്തിൽ സ്റ്റൈല് കൊടുക്കുന്നതെന്നും അതേപോലെ തന്നെ നിലവിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റൈലിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം, അഥവാ ആ ഒരു സ്റ്റൈലിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം തുടങ്ങിയ കാര്യങ്ങളാണ് ഇനിയുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഈ ആമുഖം എന്ന് പറയുന്നതും അക്കാദമിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും 100 മേനിക്കുള്ള നിലമൊരുക്കൽ എന്ന് പറയുന്നതൊക്കെ തന്നെ ഹെഡിങ്ങുകളാണ്. അപ്പോൾ അതൊക്കെ ഹെഡിങ് ആണ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിന് നമുക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചില ഗുണങ്ങളുണ്ട്.
അതായത് ഈ ആമുഖം എന്ന് പറയുന്നതൊക്കെ ഹെഡിങ് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് നിർവചിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമുഖം എന്ന് പറയുന്നത് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടോ അപ്ലൈ സ്റ്റൈൽ ബോക്സ് എന്നാണ് ഇതിന് പറയാം. ഇതിൻ്റെ സൈഡിലുള്ള ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹെഡിങ് 1 എന്നത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ ഇതിന് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? ഫോണ്ട് സൈസിൽ ഒരു മാറ്റം വന്നു, ഫോണ്ടിൽ മാറ്റം വന്നു, അങ്ങനെ എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഓൾറെഡി നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈലിൽ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഈ സ്റ്റൈൽ കൊടുക്കുന്നു അപ്പോൾ അതൊക്കെ ഹെഡിങ് 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ഇത് മനസ്സിലാക്കും, ഇത് ഈ ആമുഖം എന്ന് പറയുന്നത് ഹെഡിങ് 1 ആണ്, അതിന് ഇന്ന മാറ്റങ്ങളൊക്കെ വരണം എന്നുള്ളത് സോഫ്റ്റ്വെയർ തന്നെ ഇവിടെ പറഞ്ഞു വെച്ചു. ഓക്കെ, ഞാനിനി അടുത്തതും സെലക്ട് ചെയ്യുന്നു, അതിനെയും ഹെഡിങ് 1 ആക്കി മാറ്റും. അതെന്തിനാണ്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്ത ഇതാണ്, ഇതും സെലക്ട് ചെയ്തു, ഇത് ഹെഡിങ് 1 ആണ് എന്നുള്ളത് നിർവചിച്ച് വെച്ചു. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഒരു വലിയൊരു പുസ്തകവും മറ്റുമാണ് ഞാൻ തയ്യാറാക്കുന്നതെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു സമയം തോന്നുവാണ് എൻ്റെ ഹെഡിങ്ങിനൊക്കെ തന്നെ മറ്റൊരു ഫോണ്ട് കൊടുക്കണം, കുറച്ചുകൂടി വലിപ്പം കൂട്ടണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറം കൊടുക്കണം എന്ന് തോന്നുവാണ്. അപ്പോൾ ഞാനിവിടെ ഓരോ ഹെഡിങ്ങിനും പോയിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ക്ലോൺ ഫോർമാറ്റിംഗ് ഉപയോഗിച്ച് ഓരോന്നും സെലക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അല്ലേ? അത് ഒരുപാട് ബുദ്ധിമുട്ടുമാണ്, ഒരുപാട് സമയം എടുക്കും. അതിന് പകരം ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തുന്നതിലൂടെ നമ്മുടെ എല്ലാ ഹെഡിങ്ങിനും നമ്മൾ കൊടുത്ത ആ ഒരു മാറ്റം വന്നാലോ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കില്ലേ? അതിനുവേണ്ടി നമ്മൾ ഈ കൊടുത്തിട്ടുള്ള സ്റ്റൈലുകളെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സാമിന് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യുന്നത്. അതിങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ആദ്യമേ ഈ ആമുഖം എന്ന് പറയുന്നതും ഇവിടെ അക്കാദമിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും 100 മേനിക്ക് നിലമൊരുക്കൽ എന്ന് പറയുന്നതൊക്കെ തന്നെ ഹെഡിങ് 1 ആണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ ഹെഡിങ് 1 എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടല്ലേ, എന്തൊക്കെയോ ഫോർമാറ്റുകൾ, എന്തൊക്കെയോ കാര്യങ്ങൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിലൊന്ന് ചേഞ്ച് ചെയ്താൽ പോരെ? അതെങ്ങനെ ചെയ്യാം? അതിനുവേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഈ ട്രയാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ അപ്ലൈ സ്റ്റൈൽ ബോക്സ് ഉണ്ട്, ഇതിൽ താഴെ മോർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യണം? ഹെഡിങ് 1 എനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഹെഡിങ് 1 ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, എൻ്റെ എല്ലാ ഹെഡിങ് 1 എനിക്ക് നീല കളറാണ് വേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ഹെഡിങ് 1 റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മോഡിഫൈ കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കണം, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഫോണ്ട് എന്ന് പറയുന്ന ടാബിലേക്ക് വരിക. ഫോണ്ട് എന്ന് പറയുന്ന ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് ഫാമിലി മാറ്റാൻ പറ്റും, സ്റ്റൈല് മാറ്റാൻ പറ്റും, സൈസ് മാറ്റാൻ പറ്റും. ഓക്കെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിയറിയിൽ എപ്പോഴും ചോദിക്കാതല്ല, ഈ വർഷവും നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് മലയാളമാണെങ്കിൽ ഇതിലെവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, ഇംഗ്ലീഷ് ആണെങ്കിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്? നിങ്ങൾക്കിവിടെ നൽകിയിട്ടുള്ളത് മലയാളമാണല്ലോ, മലയാളമാണ്. അതുകൊണ്ട് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാറ്റം വരുത്തേണ്ടത് CTL ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്താണ്. ഇനി ഇംഗ്ലീഷ് ആണെങ്കിലോ, ഇംഗ്ലീഷ് ആണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നൽകിയിട്ടുള്ളത് മലയാളമാണ്, അതുകൊണ്ട് CTL ഫോണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്താണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഞാനിവിടെ ഫാമിലി എന്ന് പറയുന്ന ഭാഗത്ത് മറ്റൊന്ന് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു മഞ്ചരി എന്ന് പറയുന്ന മഞ്ചരി ബോൾഡ് എന്ന് പറയുന്ന ഇത് കൊടുത്തു. അതിനുശേഷം സ്റ്റൈല് ബോൾഡ് തന്നെ നിൽക്കട്ടെ, സൈസ് കുറച്ച് കൂട്ടാം, 170% കൊടുത്തു. ഇനി എനിക്ക് കളർ മാറ്റണം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഫോണ്ട് എഫക്റ്റ് എന്ന് പറയുന്ന ടാബ് ഉണ്ട്, അതിലേക്ക് വരിക. ശ്രദ്ധിക്കുക, ഫോണ്ട് എഫക്റ്റ് അതിലേക്ക് വരിക. അതിൽ ഫോണ്ട് കളർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ബ്ലൂ എന്നത് കൊടുത്തു. ഇത്രയും മാറ്റങ്ങളാണ് എൻ്റെ ഹെഡിങ് 1 വേണ്ടത്. അതിനുശേഷം അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അത്രയും കൊടുത്തപ്പോൾ വന്നിട്ടുള്ള മാറ്റം ഒന്ന് നോക്കിയേ. നമ്മുടെ എല്ലാ ഹെഡിങ് 1 നമ്മളിപ്പം കൊടുത്തിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ വന്നു. ഇത്തരത്തിൽ നമുക്ക് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഓൾറെഡി ഉള്ള സ്റ്റൈലിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു, അതായത് ആ ഒരു സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പഠിച്ചു. ഇനി നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഒരു പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇനിയുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് ഒരു പുതിയ സ്റ്റൈൽ സ്വന്തമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്താലോ? അതായത് ഇവിടെയൊക്കെ കുറച്ച് സബ് ഹെഡിങ്ങുകൾ നിങ്ങൾക്ക് കാണാം. ഇതാണോ? ഇതിനൊക്കെ നമുക്ക് സബ് ഹെഡിങ് ആയിട്ട് ഒരു പുതിയ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്താലോ? അതെങ്ങനെയുണ്ടാവും?
എക്സാമിന് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട് പുതിയൊരു സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റൈൽ ബോക്സിലേക്ക് വരിക. ഓക്കെ, സ്റ്റൈൽസ് എന്ന് പറയുന്ന ബോക്സിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡിങ് എന്ന് പറയുന്നത് കാണാം. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ പുതിയൊരു സ്റ്റൈലാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ട് ന്യൂ എന്ന് പറയുന്നത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയിൽ ഓർഗനൈസർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. ഓക്കെ, ഓർഗനൈസർ. അപ്പോൾ നിങ്ങളോട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന പുതിയ സ്റ്റൈലിന് എന്ത് പേര് കൊടുക്കണം എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാനിവിടെ സബ് എന്ന് കൊടുക്കുന്നു. സബ് ഹെഡിങ് ആണ്, അപ്പോൾ ഞാൻ സബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സബ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇൻഹെറിറ്റ് ഫ്രം എന്ന് ചോദിക്കുന്നുണ്ട്. ഇതെൻ്റെ സബ് ഹെഡിങ് ആയതുകൊണ്ട് ഞാനിതിന് ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഫോണ്ട് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരിക. എന്നിട്ട് നേരത്തെ പറഞ്ഞതാണ് മലയാളമായതുകൊണ്ട് CTL ഫോണ്ടിലാണല്ലോ മാറ്റം വരുത്തേണ്ടത്. CTL ഫോണ്ടിൽ എനിക്ക് ആവശ്യമായുള്ള മാറ്റങ്ങൾ വരുത്തുക. ഓക്കെ, ഞാനിവിടെ ഒരു ഫോണ്ട് ഫാമിലി തിരഞ്ഞെടുത്തു. എന്നിട്ട് ഇവിടെ സൈസ് ഞാനൊന്ന് തിരഞ്ഞെടുക്കുകയാണ്. ആ മാറ്റങ്ങളൊക്കെ വരുത്തി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്തു. ഇനി ഫോണ്ട് എഫക്റ്റിലേക്ക് വന്നിട്ട് അതിനൊരു കളർ കൊടുക്കണമല്ലോ. ഞാനിവിടെ ഈ ഒരു ഫോണ്ട് കളർ ഗ്രീൻ ആക്കി കൊടുത്തു. ഓക്കെ, ഇത്രയുമാണ് എൻ്റെ പുതിയൊരു സബ് എന്ന് പറയുന്ന സ്റ്റൈലിന് വരേണ്ടത്. അത്രയും കൊടുത്ത ശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന വിൻഡോയിൽ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഹെഡിങ് 2 ഉണ്ട്. ഹെഡിങ് 2ൻ്റെ സൈഡിലുള്ള ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയൊരു സ്റ്റൈൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എവിടെയൊക്കെയാണോ സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ടത് അതിനൊക്കെ സെലക്ട് ചെയ്യാം. ഞാനിതാ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എൻ്റെ പുതിയ സ്റ്റൈൽ, എന്നിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പുതിയൊരു സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടല്ലോ, അതിന് ആ ഒരു സ്റ്റൈൽ വന്നു. ഇനി അടുത്തത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റൈൽ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ സബ് ഹെഡിങ്ങും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റൈൽ കൊടുക്കാം. ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഒരു സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ കീബോർഡിലെ കൺട്രോൾ കീ പ്രസ് ചെയ്യുക. ഓക്കെ, കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം. വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്യുക, അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കൺട്രോൾ കീ പ്രസ് ചെയ്യരുത് കേട്ടോ. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കൺട്രോൾ കീ റിലീസ് ചെയ്താൽ മതി. വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അടുത്തത് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഇതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി ഇതാ ഇവിടെ നിന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റൈൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അതിനൊക്കെ തന്നെ ആ ഒരു സ്റ്റൈൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താലും മതി. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. എക്സാമിന് പലപ്പോഴും ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇൻഡെക്സ് ടേബിൾ നമുക്ക് വേഗത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇനിയുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നിട്ടുള്ള റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ഹെഡിങ് 1കൾക്ക് ഹെഡിങ് 1 എന്ന് തന്നെ കൊടുക്കുക. അതേപോലെ സബ് ഹെഡിങ്ങിന് അതിന് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റൈല് തന്നെ കൊടുത്തു വെക്കുക. കാരണം നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു സ്റ്റൈലുകളെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ നമുക്ക് നമ്മുടെ ഇൻഡെക്സ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മുടെ റിപ്പോർട്ടിലെ ഹെഡിങ് 1ന് ഹെഡിങ് 1 തന്നെ കൊടുക്കുന്നു. സബ് ഹെഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സ്റ്റൈലുകൾ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് എവിടെയാണോ നമ്മുടെ ഇൻഡെക്സ് ടേബിൾ വേണ്ടത് അഥവാ ഉള്ളടക്ക പട്ടിക വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം, ഇൻസേർട്ടിലേക്ക് വരിക. ഇൻസേർട്ടിനകത്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കുറച്ച് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടന്റ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻസ്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. നിങ്ങൾക്ക് അതിനൊരു ടൈറ്റിൽ വേറെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതി, വേറെ ചേഞ്ച് ഒന്നും വരുത്തേണ്ട. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കിവിടെ പേജ് നമ്പറും അത് ഏത് ഭാഗത്താണുള്ളത് ആ ഒരു പേജ് നമ്പറും ആ ഒരു ഹെഡിങ്ങും നമ്മൾ കൊടുത്ത സബ് ഹെഡിങ്ങുകളും കൃത്യമായിട്ട് വന്നത് കാണാം. ഇതെങ്ങനെയാണ് വന്നത്? സോഫ്റ്റ്വെയറിന് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുത്തു ഇതിൽ ഏതൊക്കെയാണ് ഹെഡിങ് എന്നുള്ളതും ഏതൊക്കെയാണ് സബ് ഹെഡിങ് എന്നുള്ളതും, അതായത് ഹെഡിങ് 2 ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. എങ്ങനെ? ഈ ഒരു സ്റ്റൈൽ കൊടുത്തിട്ട്. അപ്പോൾ ആ സ്റ്റൈലുകൾ സോഫ്റ്റ്വെയർ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ടേബിൾ ഓഫ് കണ്ടന്റ്, നമ്മുടെ ഇൻഡെക്സ് ടേബിൾ തയ്യാറാക്കി തന്നത്. തിയറിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ശീർഷകത്തിനും ഉപശീർഷകത്തിനും കൊടുത്തുള്ള സ്റ്റൈലുകൾ തിരിച്ചറിഞ്ഞിട്ടാണ് സോഫ്റ്റ്വെയർ ഈ ഒരു പട്ടിക, ഉള്ളടക്ക പട്ടിക നമുക്ക് തയ്യാറാക്കി തന്നത്. ഇനി ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്കിവിടെ നിന്നും 100 മേനിക്കുള്ള നിലമൊരുക്കൽ എന്ന് പറയുന്ന ഈ ഒരു ഹെഡിങ് ഉള്ള ആ ഒരു ഭാഗത്തേക്ക് എനിക്ക് പോകണമെന്ന് വിചാരിക്കുക. ആ ഒരു പേജിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ആ ഒരു പേജിലേക്ക് ഞാൻ എത്തി. ഇത് തിയറിയിൽ ചോദിക്കാറുള്ളതാണ്, അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യവുമാണ്. ഇനി എനിക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകണം. അതിനിങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് മറ്റുള്ളവ എന്ന് പറയുന്ന പേജിലേക്ക് പോകണമെങ്കിൽ വീണ്ടും കൺട്രോൾ കീ പ്രസ് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പേജിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റിപ്പോർട്ട് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിലേക്ക് പോകുന്നു. അതിൽ നമുക്ക് തൽക്കാലം സേവ് ആസ് എന്നത് കൊടുക്കാം. സേവ് കൊടുക്കാം, അല്ലെങ്കിൽ സേവ് ആസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊരു പുതിയൊരു ഫയലായിട്ട് സേവ് ആയിക്കോളും. സേവ് ആസ് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഒരു പേരാണ്, നിങ്ങളുടെ ഈ ഒരു ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ തൽക്കാലം 1 2 3 4 5 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ അങ്ങനെയൊക്കെയാണ് കൊടുക്കാൻ പറയുക. ഞാനിപ്പം എൻ്റെ രജിസ്റ്റർ നമ്പർ 1 2 3 4 5 ആണെങ്കിൽ അത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഡെസ്ക് ടോപ്പിലെ IT എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് സേവ് ചെയ്യാണ്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതവിടെ സേവ് ആയി. ഈ ഒരു ചാപ്റ്ററിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് മെയിൽ മർജ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നമ്മുടെ സ്കൂൾ കലോത്സവത്തിൻ്റെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ വിജയികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എത്ര സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിന് ഓരോന്നിലും ഓരോ കുട്ടികളുടെയും പേരിങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക, അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതിനെ നമുക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെയിൽ മർജ് എന്ന് പറയുന്ന സങ്കേതം. അതിനായിട്ട് ആദ്യം ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ ആദ്യമേ കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ സേവ് ചെയ്ത് ഒരു ടേബിളിലാക്കിയിട്ട് സേവ് ചെയ്ത് വെക്കുക. പൊതുവേ ലിബ്രിയോഫീസ് കാൽക്കിൽ നിങ്ങൾക്ക് എക്സാമിന് ഓൾറെഡി കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷനിൽ ഓഫീസിൽ ലിബ്രിയോഫീസ് റൈറ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്റർ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഫയലിൽ ഓപ്പൺ എന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഹോമിലെ സ്കൂൾ റിസോഴ്സിലെ എക്സാം 10-നകത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ സർട്ടിഫിക്കറ്റ് ODT എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കിത് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഭയങ്കര സൂം ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ ഒന്ന് സൂം ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് വൃത്തിയിലത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. ഇതിൽ ഓരോ കുട്ടിയുടെയും നെയിം, ക്ലാസ്, ഐറ്റം, അവരുടെ ഗ്രേഡ് അതൊക്കെ തന്നെ കൊടുത്തുകൊണ്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് തയ്യാറാക്കണം. പക്ഷേ ഈ ഒരു പേജിൽ മാത്രം ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കുട്ടികളുടെയും സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. അതിനാണ് മെയിൽ മർജ് സങ്കേതം നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൽ മർജ് സങ്കേതം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇൻസേർട്ടിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, ഇൻസേർട്ടിലേക്ക് പോവാം. എന്നിട്ട് ഫീൽഡിലേക്ക് വരിക. ഇവിടെ മോർ ഫീൽഡ് എടുക്കുക. ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ ഒരു വിൻഡോ വന്നത് കാണാം. ഈ വിൻഡോയിൽ കുറേ ടാബുകളുണ്ട് അല്ലേ. അതിൽ ഡാറ്റാബേസ് എന്ന് പറയുന്ന ടാബിലേക്ക് പോവാം. അവിടെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ മെയിൽ മർജ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. ഓക്കെ, അതിനുശേഷം ബ്രൗസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യേണ്ടത്. എക്സാമിന് പലപ്പോഴും അത്തരത്തിലുള്ളൊരു ഫയൽ നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിവിടെ എയ്സർ എന്ന് പറയുന്ന നമ്മുടെ ഹോമിനെയാണ് ഇവിടെ എയ്സർ എന്ന് പറയുന്നത്. ഹോമിലെ സ്കൂൾ റിസോഴ്സിലേക്ക് പോകുന്നു. അവിടെ സ്റ്റാൻഡേർഡ് 10-ൽ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. കണ്ടില്ലേ, result.ods. ഇത്തരത്തിലൊരു ODS ഫയൽ പൊതുവെ എക്സാമിന് നിങ്ങൾക്ക് തരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിതാ അവിടെ റിസൾട്ട് എന്ന് വന്നത് കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം. ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീറ്റ് 1 എന്ന് കാണാം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ഒരു ഏറോ മാർക്ക് ആ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാ രജിസ്റ്റർ നമ്പർ, നെയിം, ക്ലാസ്, ഐറ്റം, ഗ്രേഡ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇതിനൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്തണം. ആദ്യം ഞാൻ നെയിം ഉൾപ്പെടുത്തുന്നു. അതിനുവേണ്ടി ഈ നെയിം എന്ന് പറയുന്ന ഭാഗത്ത് എവിടെയാണോ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നെയിം ആണല്ലോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പർ ഉണ്ട്. നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ ഒന്നും ചോദിക്കുന്നില്ല, അപ്പോൾ അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നെയിം എന്ന് പറയുന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഒരു മാർഗം, ഇത് ഉൾപ്പെടുത്താനുള്ള ഒരു മാർഗം ഇതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്തത് ക്ലാസ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ക്ലാസ് എന്ന് പറയുന്നത് വലിച്ചിട്ട് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇടാം. ഇത് രണ്ടാമത്തെ ഒരു മാർഗ്ഗമാണ്. മൂന്നാമത്തെ ഒരു മാർഗ്ഗം കാണിച്ചു തരാം. ഇനി ഞാൻ അടുത്തത് ഐറ്റ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു.
എന്നിട്ട് ഐറ്റത്തിന് മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് എന്ന് കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്യുക. ഈ 3 മാർഗ്ഗം, ഒന്നിക്കൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ വലിച്ചിടുക, അല്ലെങ്കിൽ ഇൻസേർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അടുത്ത ഗ്രേഡാണ്. ഞാൻ തൽക്കാലം ഇതിനെ വലിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി ഇടും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുക, ഇതങ്ങ് ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫയലിലേക്ക് പോകുന്നു. ഫയലിൽ പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ശ്രദ്ധിക്കണം, ഫയലിൽ സേവ് ആസോ ഒന്നുമല്ല, ഫയലിൽ പ്രിന്റ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ വരും. ഇവിടെ യെസ് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രിന്റർ അല്ലെങ്കിൽ ഫയൽ എന്നുണ്ട്. ഇവിടെ ഫയൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സേവ് എ സിംഗിൾ ഡോക്യുമെന്റ് അത് തന്നെയാണ് വേണ്ടത്. അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളോട് അത് എവിടെ സേവ് ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. എക്സാം ആണെങ്കിൽ എക്സാമിന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ കൊടുക്കുക. ഞാനിവിടെ ഡെസ്ക് ടോപ്പിലെ IT എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഞാൻ മറ്റൊരു പേര് കൊടുക്കുകയാണ്. സർട്ടിഫിക്കറ്റ് എന്നൊരു പേര് കൊടുത്തു. എന്നിട്ട് സേവ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല, ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇത് ഞാനൊന്ന് ഡോൺ സേവ് കൊടുത്ത് അങ്ങ് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ IT എന്ന് പറയുന്ന ഫോൾഡറിലായിരുന്നു സേവ് ചെയ്തത്. IT ഓപ്പൺ ചെയ്യുന്നു. അവിടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും, കണ്ടില്ലേ, certificate.odt എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ വന്നിട്ടുണ്ട്. ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടു, അമൽ കൃഷ്ണ AV, അമൽ കൃഷ്ണയുടെ ക്ലാസ്, ഐറ്റം, ഗ്രേഡ്. ഇനി ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയേ. അടുത്ത കുട്ടിയുടെ പേര് ക്ലാസ്, ഐറ്റം, ഗ്രേഡ്. അടുത്ത കുട്ടിയുടെ പേര് ക്ലാസ്, ഐറ്റം, ഗ്രേഡ്. ഓക്കെ, അതേപോലെ നമ്മൾ ആകെ ഒരു പേജിൽ മാത്രം ആ ഒരു മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ചിട്ട് ആവശ്യമായുള്ള ഫീൽഡ് വലിച്ചിട്ടു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ടു, അല്ലെങ്കിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് ഇവിടെ ഒരു ഫീൽഡ് ചേർത്തു. അപ്പോൾ ആ ഒരു ടേബിളിനകത്ത് ഏതൊക്കെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടായോ, നമ്മൾ ഏതൊക്കെയാണോ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അതൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് ഇത്രയും സർട്ടിഫിക്കറ്റുകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇതേപോലെ നമുക്ക് പാർട്ടിസിപ്പൻറ്റ് കാർഡുകളും മറ്റും തയ്യാറാക്കേണ്ടി വരുന്ന ഒരു അവസരത്തിൽ നമുക്ക് ഒരു പേജിൽ തന്നെ ഒന്നിലധികം കുട്ടികളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മെയിൽ മർജ് സങ്കേതം ഉപയോഗിച്ചിട്ട് അതെങ്ങനെ ചെയ്യാം എന്നുള്ളതും അതേപോലെ തന്നെ ഫ്രെയിം എന്താണെന്നുള്ളതുമാണ് ഇനിയുള്ള ഭാഗത്ത് നമ്മൾ നോക്കുന്നത്. ഫ്രെയിം എന്താണ് എന്നുള്ളത് തിയറിയിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഇനിയുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാം. ഫ്രെയിം സങ്കേതം തിയറി ഭാഗത്ത് ഇടയ്ക്ക് ചോദിച്ച് കാണാറുള്ള ഒരു സംഭവമാണ് ഫ്രെയിം. എന്തിനാണ് ഫ്രെയിം നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു തരാം. ഞാനിവിടെ ആപ്ലിക്കേഷനിൽ ഓഫീസിൽ LibreOffice റൈറ്റർ ആ ഒരു ക്രമത്തിൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എനിക്കിവിടെ ഒരു കുട്ടിയുടെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കണം. ഒരു കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടൊക്കെയുള്ള ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കണം. ഞാനിവിടെ ഈ ഒരൊറ്റ പേജിൽ തന്നെ 4 പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രെയിം എന്ന് പറയുന്ന ഒരു സങ്കേതമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഇൻസേർട്ടിലേക്ക് പോകുന്നു. ഇൻസേർട്ടിൽ ഫ്രെയിം എന്ന് കാണാം. ഫ്രെയിമിൽ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫ്രെയിം വന്നിട്ടുണ്ട്. ഇതിന് ഞാൻ പിടിച്ച് വലിച്ചിട്ട് ആവശ്യമായ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഇതിനകത്ത് ടെക്സ്റ്റുകളോ ഇമേജുകളോ ഇനി ഈ ഒരു ഫ്രെയിമിന് നമുക്ക് വേണമെങ്കിൽ കളറുകളൊക്കെ കൊടുക്കാം. ഇവിടെ കളർ സെലക്ട് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കളറുകളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്, ഇതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പി കൊടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതാ ഒരു കോപ്പിയൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു ഫ്രെയിം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഈ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചിത്രങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ചിത്രങ്ങളോ എന്തെങ്കിലും ഒരു ടെക്സ്റ്റുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രെയിം സങ്കേതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കിത് എവിടെ വേണമെങ്കിലും ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു ഫ്രെയിമിൽ ആവശ്യമായുള്ള നിറങ്ങളും ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കാൻ പോവാണെന്ന് വിചാരിക്കുക. അത്തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള 4 പാർട്ടിസിപ്പൻറ്റ് കാർഡുള്ള ഒരു പേജ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ റിസോഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ നൽകിയിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള പാർട്ടിസിപ്പൻറ്റ് കാർഡുകളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒരു പേജിൽ തന്നെ വരുത്താൻ പറ്റുന്ന വിധത്തിൽ പാർട്ടിസിപ്പൻറ്റ് കാർഡ് തയ്യാറാക്കാൻ വേണ്ടി പോവാണ്. ഇൻസേർട്ടിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ ഉപയോഗിച്ച അതേ ഓപ്ഷൻ തന്നെ ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡിലേക്ക് വരുന്നു. ഇൻസേർട്ടിൽ ഫീൽഡിൽ മോർ ഫീൽഡ്സിലേക്ക് വരുന്നു. ഇവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്ന ടാബില് മെയിൽ മർജ് ഫീൽഡ്സ് എന്ന് കാണാം, അതിലേക്ക് വരിക. അതിനുശേഷം ബ്രൗസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോമിലെ സ്കൂൾ റിസോഴ്സിലെ എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നിന്നും participants.ods എന്ന് പറയുന്ന ഈ ഒരു ഫയല് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷീറ്റ് 1 എന്ന് കാണാം. ഇവിടെയും ഈ ഒരു ഏറോ മാർക്ക് ഈ ഒരു ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നെയിം സെലക്ട് ചെയ്തു, ക്ലാസ് ഇവിടെ ക്ലിക്ക് ചെയ്തു, ക്ലാസ് സെലക്ട് ചെയ്തു, ഐറ്റം 1 സെലക്ട് ചെയ്തു,
ഇനി ഒരു ഐറ്റം കൂടി ഉണ്ടെങ്കിൽ അതും കൊടുക്കുന്നു. അടുത്തതും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇത്രയും കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് അടുത്ത കുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അല്ലേ. അത് ഈ പേജിൽ തന്നെ 4 കുട്ടികളുടേത് നമുക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ പേജിൽ അടുത്ത കുട്ടിയുടേത് കൊടുക്കേണ്ടത് കൊണ്ട് ഞാനിവിടെ നെയിം എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് റെക്കോർഡ് എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നെക്സ്റ്റ് റെക്കോർഡ് അത് ഡബിൾ ക്ലിക്കാണ് ചെയ്യേണ്ടത്. എന്നിട്ട് മെയിൽ മർജ് ഫീൽഡ് എന്ന് പറയുന്നത് വീണ്ടും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു ട്രയാങ്കിൾ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആവശ്യമുള്ളത് വലിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. അതിനുശേഷം വീണ്ടും അടുത്ത കാർഡിലേക്ക് പോകുന്നു. ഇതേ പേജിലുള്ള അടുത്ത കാർഡിൽ നമുക്കിനി അടുത്തത് ചേർക്കണം. അതിന് നെക്സ്റ്റ് റെക്കോർഡ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. വീണ്ടും മെയിൽ മർജ് ഫീൽഡ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷീറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നമുക്ക് ആവശ്യമായുള്ളത് വലിച്ചിടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജിൽ 4 പാർട്ടിസിപ്പൻറ്റ് കാർഡാണുള്ളത്. 4ഉം ഞാൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വിൻഡോൻ്റെ ആവശ്യമില്ല. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫയലിൽ പ്രിന്റ് കൊടുക്കുക. ഓക്കെ, ഫയലിൽ പ്രിന്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് യെസ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കും, ഇവിടെ ഔട്ട്പുട്ടിൽ പ്രിന്റർ അല്ല ഫയലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. എവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡെസ്ക്ടോപ്പിലെ IT എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് ഞാനിവിടെ കാർഡ് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാണ്. കാർഡ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യാം. ഞാൻ ക്ലോസ് കൊടുത്തു. അത് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഡോണ്ട് സേവ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ IT എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം card.odt. അത് ക്ലിക്ക് ചെയ്യാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ കണ്ടോ, ഇതാ ഈ ഒരു പേജിൽ തന്നെ 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് വന്നു. ഓക്കെ, ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 4 കുട്ടികളുടെ പാർട്ടിസിപ്പൻറ്റ് കാർഡ് ഇവിടെ വന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഒരു പേജിൽ തന്നെ ഒന്നിലധികം കുട്ടികളുടെ അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് മെയിൽ മർജ് എന്ന സങ്കേതം ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പൻറ്റ് കാർഡും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു. ഇനി അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു IT വീഡിയോയുമായി വീണ്ടും കാണാം.